മിസ നാടകം എതിരാളികളെ പൊള്ളിച്ചുവെന്ന് കലാകാരി ചിന്നൂസ് ചിലങ്ക. നടിക്ക് പിന്തുണയേകി സാംസ്കാരിക ലോകം രംഗത്ത്. വിവാദ നാടകം വീണ്ടും അവതരിപ്പിക്കാനൊരുങ്ങി ഡിവൈഎഫ്ഐ നേതൃത്വം. സൈബർ ആക്രമണത്തിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളാൻ നീക്കം. ലൈംഗിക പരാമർശങ്ങൾ ഉയർത്തി നാടകത്തെയും കലാകാരിയെയും അധിക്ഷേപിക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച മിസ നാടകത്തിനെതിരെയാണ് വ്യാപക സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് തടവറയിൽ സ്നേഹലത റെഡ്ഡിക്ക് നേരിടേണ്ടി വന്ന മാരക പീഡനങ്ങളെയാണ് മിസ നാടകത്തിലൂടെ അത്യന്തം ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചത്. നാടകത്തിൽ വിശകലനം ചെയ്ത രാഷ്ട്രീയ അന്തരീക്ഷം കോൺഗ്രസിനെയും ബിജെപിയെയും വല്ലാതെ പൊള്ളിച്ചിരുന്നു. ആശയപരമായി മറുപടി നൽകാൻ കഴിയാതിരുന്ന അവർ ലൈംഗിക ചുവയോടെ കലാകാരിയെ സൈബർ ഇടത്തിൽ വേട്ടയാടാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് നടി ചിന്നൂസ് ചിലങ്കയ്ക്ക് പിന്തുണയുമായി സാംസ്കാരിക ലോകവും രംഗത്തെത്തിയത്. ഇതേ നാടകം വീണ്ടും പൊതുസമ്മേളന വേദിയിൽ അവതരിപ്പിച്ച് നാടക കലാകാരന്മാർക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ നേതൃത്വം. അതേസമയം തനിക്കെതിരെ ഉയർന്ന ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന പ്രതികരണവുമായി നടി ചിന്നൂസ് ചിലങ്കയും രംഗത്തെത്തി. നാടകത്തിൽ ചിന്നൂസ് ചിലങ്ക അഭിനയിച്ച ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് അശ്ലീല ചുവയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ് മിസ പറയുന്നതെന്ന് ചിന്നൂസ് ചിലങ്ക പറഞ്ഞു. താൻ ഇനിയും സ്നേഹലത റെഡ്ഡിയായും ബിൽക്കിസ് ബാനുവുമായുമെല്ലാം അരങ്ങിലെത്തുമെന്നും ചിന്നൂസ് ചിലങ്ക വ്യക്തമാക്കി. പ്രചരിക്കുന്ന നാടകഭാഗത്തിൽ കാണുന്ന നടിയാണ് താനെന്ന ആമുഖത്തോടെയാണ് ചിന്നൂസ് തന്റെ നിലപാട് പറഞ്ഞു തുടങ്ങിയത്. മിസ എന്ന നാടകത്തിന്റെ രാഷ്ട്രീയം ആർക്കാണോ പൊള്ളുക, ആർക്കാണോ വേദനിക്കുക, ആരെയാണത് മുറിവേൽപ്പിക്കുക, അവർക്ക് നന്നായിട്ട് മുറിവേറ്റിട്ടുണ്ട്. മിസ എന്ന നാടകം ജനങ്ങളോട് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ്. 1975 അടിയന്തരാവസ്ഥയിൽ തുടങ്ങി ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന്റെ ഭരണകൂട ഭീകരത ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് മിസ സംസാരിക്കുന്നത്. ചിന്നൂസ് ചിലങ്ക പറഞ്ഞു. നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 1975 മിസ നിയമപ്രകാരം ജയിലിൽ അടയ്ക്കപ്പെട്ട സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം. സ്നേഹലത റെഡ്ഡി നാടക പ്രവർത്തകയും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്നു. ഭരണകൂടം കൊന്നുകളഞ്ഞ സ്നേഹലത റെഡ്ഡിയുടെ നാടകം ചെയ്തതുകൊണ്ട് മാത്രം ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്ത സഫ്ദർ ഹഷ്മിയുടെ പിന്മുറക്കാരിയാണ് ഞാൻ, ചിന്നൂസ് ചിലങ്ക പറഞ്ഞു. നാടകത്തിനെതിരായ പ്രചാരണങ്ങൾക്കെതിരെ നേരത്തെ ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയിരുന്നു. നാടകത്തിന്റെ ഒരു രംഗം മാത്രം മുറിച്ചെടുത്ത് സദാചാരത്തിന്റെ കണ്ണടയിലൂടെ നോക്കുന്നവർ അടിയന്തരാവസ്ഥ കാലത്തെ തീക്ഷ്ണമായ പീഡനങ്ങളെ മറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള അധികാരത്തിന്റെ രാഷ്ട്രീയം ഇന്നും അവസാനിക്കുന്നില്ല എന്ന സന്ദേശമാണ് സ്നേഹലതയുടെ ജീവിതം വരച്ചു കാട്ടുന്ന മിസ മുന്നോട്ട് വയ്ക്കുന്നതെന്നും സനോജ് പറഞ്ഞു. നാടകത്തിലെ രംഗങ്ങൾ മറ്റു പാട്ടിട്ട് വക്രീകരിച്ച് മനോവൈകൃതത്തിനനുസരിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നാണ് ഡിവൈഎഫ്ഐയുടെ പരാതി. കോൺഗ്രസിന്റെയും BJPയുടെയും ലീഗിന്റെയും പ്രവർത്തകരും നേതാക്കളുമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി. എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്നും VD സതീശന്റെ MDMA ലഹരി മാഫിയ സംഘമാണോ ഈ വൃത്തികെട്ട പ്രചരണം നടത്തുന്നതെന്നും ചോദ്യമുയർന്നു. BJPയുടെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ എഡിറ്റ് ചെയ്ത വീഡിയോയാണ് പ്രചരിപ്പിക്കുന്നതെന്നും ചരിത്ര വിരോധത്തിന്റെ കാര്യത്തിൽ BJPയും കോൺഗ്രസും ലീഗും എല്ലാം ഐക്യപ്പെടുന്നു എന്നും ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നുവെന്നും ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ നാടകത്തിൽ ക്യാബറെ ദൃശ്യങ്ങളെന്ന് ആക്ഷേപിച്ചത് ഏറ്റെടുത്താണ് BJPയും കോൺഗ്രസുകാരും എല്ലാം ആഘോഷിക്കാൻ ശ്രമിച്ചത്. വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധവും സർഗാത്മക പ്രതിരോധവും ഉയർന്നതോടെ സൈബർ പോരാളികൾ ഇപ്പോൾ മാളത്തിലൊളിച്ച അവസ്ഥയിലാണ്.